സ്കൂളിലെ കായികാധ്യാപകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അശാസ്ത്രീയവും കാലഹരണപ്പെട്ടതുമായ നിയമന മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാത്തത് മൂലം വലിയ പ്രതിസന്ധിയിലേക്ക് ഇവരെ നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംയുക്ത കായികാധ്യാപക മേഖലയുടെ ട്രഷറർ സജാദ് സാഹിദാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയും കായികാധ്യാപകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണയും മാർച്ചും സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നിരവധിയായ നിവേദനങ്ങളിലൂടെയും നിരവധി ചർച്ചകളിലൂടെയും ഈ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ധർണയിലേക്കും മാർച്ചിലേക്കും ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 2017 സർക്കാർ കായികാധ്യാപകർക്ക് വേണ്ടി അനുവദിച്ചിരുന്ന സംരക്ഷണ ഉത്തരവ് അകാരണമായി എന്നുള്ളതാണ്. ഇതോടുകൂടെ കേരളത്തിലെ വിവിധങ്ങളായ വിദ്യാലയങ്ങളിൽ നിന്ന് നിരവധി കായികാധ്യാപകർ തസ്തികയും ജോലിയും ശമ്പളവും നഷ്ടപ്പെട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ നടക്കുന്നതോടുകൂടി ഏകദേശം 40ഓളം അധ്യാപകർ ഇത്തരത്തിൽ പുറത്തു പോകുന്നു എന്നുള്ള ദുഃഖകരമായ അവസരം ഉണ്ടാകുന്നു. ഇത് അധ്യാപകർ പുറത്തു പോകുന്നു എന്നുള്ളതോടൊപ്പം തന്നെ ഈ അധ്യാപകരുടെ സേവനം ലഭിച്ചിരുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രധാനമായ പ്രശ്നമാണ്. നിങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ ഈ ഒരു ഭാഗമായിട്ട്? നമ്മുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, 2017 അനുവദിച്ചിരുന്ന 111/2017 എന്ന് പറയുന്ന സംരക്ഷണ ഉത്തരവ് എയ്ഡഡ് ഗവൺമെൻറ് വിദ്യാലയങ്ങൾക്ക് ഒരുപോലെ ബാധകമാക്കി എക്കാലത്തേക്കുമായി പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡിമാൻഡ്. രണ്ടാമത്തേത്, 65 വർഷങ്ങളായി നിലനിൽക്കുന്ന പഴകിത്തുരുമ്പിച്ച തസ്തികാ മാനദണ്ഡങ്ങൾ, UP ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ തസ്തികാ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായും കാലോചിതമായും പരിഷ്കരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നമുക്കറിയാം 40ഓളം ഇനങ്ങളിൽ കായിക മത്സരങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. ഏകദേശം 700-ലധികം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്, 6 വിഭാഗങ്ങളിലായി. ഈ മത്സരങ്ങളിലൊക്കെ തന്നെ മിക്കവാറും പങ്കെടുക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. എന്നാൽ ഈ ഹയർ സെക്കൻഡറിയിൽ കായിക അധ്യാപക തസ്തികയില്ല. അവിടെ കായിക വിദ്യാഭ്യാസവും പ്രായോഗികമായി നടക്കുന്നില്ല. 2 പീരീഡ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കായിക വിദ്യാഭ്യാസം ആ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. നമുക്കറിയാം, ലഹരിയുടെയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഇടയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ എക്സ്പ്ലോസീവ് എനർജിയെ ക്രിയാത്മകമായി ചെലവഴിക്കാനുള്ള ഒരു മേഖല വിദ്യാലയങ്ങളിൽ, അല്ലെങ്കിൽ ആനന്ദകരമായ ഒരു വിദ്യാലയ ജീവിതം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ളൊരു വേദി ഒരുക്കണമെങ്കിൽ ഈ കുട്ടികൾക്കൊരു കായികാധ്യാപകൻ്റെയും കളിക്കളത്തിൻ്റെയും സാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇത്തരത്തിലുള്ളൊരു തസ്തിക തന്നെ അനുവദിച്ചിട്ടില്ല. നമ്മൾ പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ കായികാധ്യാപക തസ്തിക അനുവദിക്കുകയും യോഗ്യരായ കായികാധ്യാപകർക്ക് പ്രമോഷൻ അനുവദിക്കുകയും മറ്റു തസ്തികകളിൽ കായികാധ്യാപകരെ നിയമിക്കുകയും ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറിയിലും വിദ്യാഭ്യാസം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ വരുന്ന പൊതുവിദ്യാലയത്തിലെ 40 ലക്ഷം വിദ്യാർത്ഥികൾക്കും ആരോഗ്യ കായിക വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഇതിനോടകം പല ചർച്ചകളും നടത്തിയിട്ടുണ്ടല്ലോ, പക്ഷേ ഇതുവരെ ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്താണ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള തീരുമാനം? ഞങ്ങൾ നിരവധിയായ നിവേദനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ വിദ്യാഭ്യാസ മന്ത്രി, DG തുടങ്ങിയ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്, നിവേദനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെയൊന്നും തന്നെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനിയും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാതെ വരികയാണെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളുടെ അവസ്ഥ മാറിപ്പോകും, നമ്മുടെ കുട്ടികളുടെ അവസ്ഥ മാറിപ്പോകും എന്നുള്ളതാണ്. ഞങ്ങളുടെ തൊഴിൽ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ കുട്ടികളുടെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ഈ വർഷം ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കാണുന്നത് വരെ വിദ്യാലയ ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾ വിട്ടുനിൽക്കും. വിദ്യാലയ ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായും വ്യക്തമാക്കുകയാണ്, വിദ്യാലയത്തിനകത്ത് നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, അത് കായിക പ്രവർത്തനങ്ങളായാലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സ്കൂളുകൾക്കുള്ളിലുള്ള മറ്റ് പ്രവർത്തനങ്ങളായാലും ഞങ്ങളത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. കുട്ടികളെ കളികൾക്ക് തയ്യാറാക്കുന്നുണ്ട്, കുട്ടികൾക്ക് പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്, ടീമുകളായി അവരെ ഞങ്ങൾ രൂപീകരിക്കുന്നുണ്ട്, മത്സരങ്ങൾക്ക് കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ മത്സരത്തിൻ്റെ ഓർഗനൈസേഴ്സായി അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസായി സേവനമനുഷ്ഠിക്കാൻ ഈ വർഷം ഞങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം കേരളത്തിൽ ഏകദേശം 40 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. UP ഹൈസ്കൂളുകളിൽ മാത്രമായി 7000ഓളം വിദ്യാലയങ്ങളുണ്ട്. 13,000 ചില്ലാനും വിദ്യാലയങ്ങൾ നമുക്കുണ്ട്. ഈ 40 ലക്ഷം വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ആകെ ലഭിക്കുന്നത് 1800 കായികാധ്യാപകർ മാത്രമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോക്ക് ഇനി സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് വിദ്യാലയേതര പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ കായികാധ്യാപക സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ കായികാധ്യാപകരുടെ വിഷയം പൊതുവിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർ ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ
മേളകളോടനുബന്ധിച്ച് മാത്രമാണ്. ഈ മേളകൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞാണ് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്ത കായികാധ്യാപകർക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. അതിന് കാരണം വർഷങ്ങളായിട്ട് കായികാധ്യാപകർ തന്നെയാണ് സബ് ജില്ല മുതൽ റവന്യൂ ജില്ല മുതൽ സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നിയന്ത്രിക്കുകയും നടത്തുകയും ഓർഗനൈസും ചെയ്തു വരുന്നത്. ആ ഇനത്തിൽ മാത്രം ഏകദേശം 2 കോടിയിലധികം രൂപയാണ് കായിക അധ്യാപകർക്ക് കേരളത്തിൽ കിട്ടാനുള്ളത്. ആ വിഷയത്തിൽ പോലും അനുകൂലമായ തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിനോ ഗവൺമെൻറ്റിനോ കഴിയാത്തൊരവസ്ഥയിൽ നിന്ന് കൂടിയാണ് നമ്മൾ സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം പൊതുവേ മീഡിയയുടെ ചർച്ചയിലൊക്കെ 300 ആക്കിയില്ലേ, 500നെ 300 ആക്കി കഴിഞ്ഞാൽ തന്നെ കായികാധ്യാപകരുടെ വിഷയം പരിഹരിക്കും എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്നുള്ള സത്യം മീഡിയ മനസ്സിലാക്കണം, പൊതുമാധ്യമ മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ യു പിയിലുള്ള തസ്തികാ നിർണയത്തിന് മാത്രമാണ് ഈ 500 എണ്ണം പരിഗണിക്കുന്നത്. അതുപോലും കായികാധ്യാപകർക്ക് വേണ്ടി മാത്രമല്ല, യു പിയിൽ എല്ലാ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കും കൂടെയുള്ളതാണ് 500-ൽ 1. ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, അത് മ്യൂസിക് ആവാം, ആർട്ടാകാം, ക്രാഫ്റ്റ് ആകാം, അതിലൊന്ന്. അതുപോലെ യു പിയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് യു പിയിൽ മാത്രമല്ല കേരളത്തിൽ കായികാധ്യാപകരുള്ളതെന്നും ഹൈസ്കൂളിലും കായികാധ്യാപകർ ഉണ്ട്. അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വേണ്ട പ്രാധാന്യം നൽകാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെ ഇവർ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രൈമറി സ്കൂളുകളിൽ ലഭിക്കുന്ന അതേ ശമ്പളം തന്നെയാണ് ഇവർക്ക് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലും ലഭിക്കുന്നത്. കൂടാതെ കായിക അധ്യാപകരുടെ കുറവ് ഈ കുട്ടികളെയും വലിയ രീതിയിൽ ബാധിക്കും. അവർക്ക് കായിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ താഴോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. എന്തായാലും ഇവരുടെ ആവശ്യങ്ങളൊക്കെ സർക്കാർ പരിഗണിക്കണം. സർക്കാരുമായി പല ചർച്ചകളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അതിനോടനുബന്ധിച്ച് ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ ഉയർന്ന എക്സ്പീരിയൻസ് ഉള്ള ഈ അധ്യാപകർക്ക് പ്രൊമോഷനൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ പല സ്കൂളുകളിലും തസ്തികകൾ കൂട്ടേണ്ടതുണ്ട്. ഇതൊക്കെ ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.